ദേശീയപാതയുടെ വശങ്ങൾ പൂർണ്ണമായും അടച്ചുകെട്ടിയതോടെ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രവേശന കവാടം അടഞ്ഞു. യാത്രക്കാരും നാട്ടുകാരും ദുരിതത്തിൽ. കാൽനട യാത്രക്കാർക്ക് പ്രവേശിക്കാനുള്ള വഴിയൊരുക്കുന്ന നടപടികൾ ആരംഭിച്ചു. ദേശീയപാതയുടെ വശങ്ങൾ പൂർണ്ണമായും അടച്ചുകെട്ടിയതോടെ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്ര പ്രതിസന്ധിയിലായി. കാൽനട യാത്രക്കാർക്കായി നടപ്പാലം നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ദേശീയപാത നിർമ്മാണം പൂർത്തിയായാൽ പ്രധാന പാതയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും ഇല്ലാതാകും. ഇതിനെതിരെ നാട്ടുകാരും യാത്രക്കാരും പ്രതിഷേധം ഉയർത്തിയിരുന്നു. എന്നാൽ ദേശീയപാത അതോറിറ്റിയും റെയിൽവേ അധികൃതരും അവഗണന കാട്ടുന്നുവെന്ന ആരോപണവും ശക്തമാണ്. ചേർത്തല റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറേ യാത്രക്കാർ ഇവിടെ വന്ന് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ രണ്ട് സൈഡും മതിൽ കെട്ടി അടച്ചു കഴിഞ്ഞാൽ യാത്രക്കാർക്ക് പോകാനായിട്ടും ഇറങ്ങാനായിട്ടും പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം തന്നെ കുറേ അപകടങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക, നിത്യേന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അധികാരികൾ ഇവിടെ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൻ്റെ മറന്നുകൊണ്ടുള്ള ഒരു റോഡ് പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഓട്ടോക്കാർ ഇവിടെ നിരന്തരം 80ഓളം ഓട്ടോക്കാർ ഇവിടെ പണിയെടുത്ത് ഉപജീവനമാർഗം നയിക്കുകയാണ്. അപ്പോൾ ഓട്ടോക്കാർക്കും ഇതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ അനാസ്ഥ ഇവിടുത്തെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടിയും ഇവിടുത്തെ നാട്ടുകാർക്കും വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ദേശീയപാതയോരത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആയതിനാൽ ദിവസേന നൂറുകണക്കിന് യാത്രക്കാരാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഇവിടെ അടിപ്പാത നിർമ്മിക്കണമെന്ന് നേരത്തെ ആവശ്യമുയർന്നെങ്കിലും നടപടിയായില്ല. സ്ഥലലഭ്യതയുമായി ബന്ധപ്പെട്ട ദേശീയപാത അതോറിറ്റിയും റെയിൽവേയും തമ്മിൽ തർക്കമുണ്ടായതോടെ അടിപ്പാത നിർമ്മാണം ഇല്ലാതായി. ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുൻവശം ദേശീയപാതയുടെ ഒരു വശം അടച്ചുകെട്ടിയപ്പോൾ യാത്രക്കാർ കടുത്ത പ്രതിസന്ധിയിലായി. അത്യാവശ്യ ഘട്ടങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനും മടങ്ങാനും യാത്രക്കാർ വടക്ക് ഭാഗത്തുള്ള ഒറ്റപ്പുന്ന ജംഗ്ഷൻ വരെയും തെക്ക് ഭാഗത്തുള്ള അർത്തുങ്കൽ ബൈപ്പാസ് ജംഗ്ഷൻ വരെയും എത്തേണ്ട സ്ഥിതിയായി. ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി മേൽ നടപ്പാലത്തിന് അനുമതിയായിട്ടുണ്ട്. ഉയരക്കൂടുതലും പടികളുള്ളതുമായ മേൽപ്പാലം ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും പ്രയോജനപ്പെടില്ലെന്നാണ് ആരോപണം. ലിഫ്റ്റ് സൗകര്യമുള്ള മേൽ നടപ്പാലം ഉറപ്പാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ലിഫ്റ്റ് സൗകര്യമുള്ള മേൽ നടപ്പാലം നിർമ്മിക്കാൻ സർവേ നടത്തണമെന്ന് ചേർത്തല MLA കൂടിയായ മന്ത്രി P. പ്രസാദ് കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉദ്യോഗസ്ഥരെത്തി സർവേ നടത്തിയിരുന്നു. ദേശീയപാതയും റെയിൽവേയും തമ്മിലുള്ള തർക്കങ്ങൾ ഇതിന് തടസ്സമാകരുതെന്നും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.